നമ്മൾ ജൂൺ മാസത്തിൽ കൊടുവേലി കൃഷി ചെയ്ത ഒരു വീഡിയോ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. തുള്ളി മുറിയാത്ത മഴ ഉള്ള സമയത്താണ് അങ്ങനെ തൈ നടേണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ സമയത്താണ് നമുക്ക് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നത്. കിഴങ്ങ് പോലുള്ള പോർഷൻ കൊണ്ട് നമ്മൾ കൊണ്ടുവന്നിട്ട് നടുമ്പോഴേക്കാളും ലാഭകരം നമുക്ക് സ്റ്റമ്പ് മുറിച്ച് നടന്നു തന്നെയാണ്. പക്ഷെ നമ്മളങ്ങനെ നട്ടുപോയി കഴിഞ്ഞാൽ ഇടക്ക് വന്ന് ഇതിൻ്റെ പുല്ല് പറിച്ചു കൊടുക്കണം. ഇപ്പോൾ ഒരു ആഗസ്റ്റ് മാസമൊക്കെ ആയ സമയമാണ്, നമ്മൾ ജൂണിൽ നട്ടാണ്. ഇപ്പോൾ അത്യാവശ്യം കരുത്തോടു കൂടി തൈകൾ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്കിത് വൃത്തിയിൽ കാണാൻ കഴിയില്ല, കാരണം ഇടക്ക് പുല്ലൊക്കെ വന്നുകൊണ്ട്. പിന്നെ അവിടെ ശക്തമായ മഴ പെയ്യുന്നൊരു ഏരിയയാണ് ഞാൻ പറഞ്ഞിരുന്നത് വീഡിയോയിൽ. അത് കാരണം കുറച്ച് മണ്ണൊക്കെ ഇളകി പോയിട്ടുണ്ട്. ആ ഇളകിപ്പോയ മണ്ണൊക്കെ ഒന്ന് കൂട്ടിയിട്ട് നമ്മൾ പുല്ലൊക്കെ ഒന്ന് പറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വൃത്തിയോടുകൂടി നമുക്ക് തൈകൾ കാണാൻ സാധിക്കും. ഞാനിവിടെ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡിൽ വെള്ളം പരിചരണം ഇതൊന്നുമില്ലാതെ കൃഷി ചെയ്യുന്ന, നമുക്കധികം മെനക്കെടില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷി രീതികളെ കുറിച്ചാണ്. നല്ല അവൈലബിളായ രീതിയിലുള്ള പച്ചിലകളോ ശിമകൊന്നയുടെ ഇലയാണ് ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇലയൊക്കെ നമുക്ക് ഉള്ള സമയത്ത് മണ്ണ് കൂട്ടി കൊടുക്കുന്ന സമയത്ത് ഇലകളൊക്കെ ഇട്ട് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ അവിടെ അവൈലബിൾ ആയിട്ടുള്ള സോഴ്സ് എന്താണ് ഉപയോഗിച്ചിട്ട് മേൽമണ്ണോ ഒക്കെയാണ് നല്ല വൃത്തിയിൽ നമുക്ക് ശരിക്കും ഇതേപോലെയായിരുന്നു നമ്മൾ നട്ട സമയത്ത്. അപ്പോൾ ശക്തമായ മഴയത്തൊക്കെ അത് ഒലിച്ചു പോയതാണ്. നമ്മൾ വീണ്ടും വൃത്തിയിൽ ഇലയൊക്കെ വെച്ചിട്ട് ഒന്ന് പാക്ക് ചെയ്തിട്ട് നല്ല ഭംഗിയിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2 മാസം കൊണ്ട് പ്ലാന്റ് നല്ല ശക്തമായ രീതിയിൽ വന്നിട്ടുണ്ട്. അത് ഞാൻ ഡിസംബറിൽ ഇവിടെ വന്നതാണ്. ഡിസംബറിൽ വന്നപ്പോൾ പൂക്കളൊക്കെ നല്ല മനോഹരമായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 7 മാസമായി. 7 മാസമായപ്പോഴേക്കും ഈ സമയത്താണ് നമ്മളെ ഇതിൻ്റെ പുല്ലും ഇനിയൊന്ന് പറിക്കാനുണ്ട്. ഇപ്പോൾ ഇടയ്ക്ക് നമ്മൾ മാസത്തിൽ 1 തവണയോ 2 തവണയൊക്കെ വന്നിട്ട് പുല്ല് പറിച്ച് കൊടുക്കേണ്ടതാണ്.